കേരളത്തിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കണ്ണടച്ചു തുറക്കും മുൻപായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന യുവനേതാവിന്റെ വളർച്ച. ചുരുങ്ങിയ കാലം കൊണ്ട് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം വെട്ടിപ്പിടിച്ച രാഹുൽ ഷാഫി പറമ്പിലിന്റെ തണലിൽ പാലക്കാട് MLA ആയി. ഉയർച്ചയേക്കാൾ വേഗത്തിലാണ് ലൈംഗിക പരാതിയിൽ കുടുങ്ങി കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ നിന്നുള്ള രാഹുലിന്റെ അന്ത്യം. KSUവിലോ യൂത്ത് കോൺഗ്രസിലോ സജീവമായി പ്രവർത്തിച്ച പാരമ്പര്യമൊന്നുമില്ല രാഹുൽ മാങ്കൂട്ടത്തിലിന്. ചാനൽ ചർച്ചകളിലൂടെയാണ് രാഹുലിനെ കോൺഗ്രസുകാരനായി കേരളം കാണുന്നത്. പിന്നീട് ക്ഷണനേരം കൊണ്ട് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ രാഹുലിന്റെ വളർച്ച. യൂത്ത് കോൺഗ്രസ് തെരഞ്ഞെടുപ്പിൽ പ്രധാന നേതാക്കളെയെല്ലാം വെട്ടി പ്രസിഡന്റ് സ്ഥാനം. തെരഞ്ഞെടുപ്പിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുണ്ടാക്കിയെന്ന ആരോപണ വിവാദങ്ങൾ ഇതുവരെയും കെട്ടടങ്ങിയിട്ടില്ല. എല്ലാം ഷാഫി പറമ്പിലിന്റെ തണലിൽ. യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റായതോടെ പിണറായി സർക്കാരിനെതിരായ പ്രതിപക്ഷ സമരങ്ങളുടെ കുന്തമുനയായി രാഹുൽ. അതിനിടെ പുലർച്ചെ പത്തനംതിട്ടയിലെ വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തത് രാഹുലിന്റെ രാഷ്ട്രീയ വളർച്ചയ്ക്ക് മുതൽക്കൂട്ടായി. രാഹുലിന് MLA കുപ്പായം വാങ്ങി നൽകിയാണ് ഷാഫി പറമ്പിൽ വടകര പാർലമെന്റ് മണ്ഡലത്തിലേക്ക് മത്സരിക്കാൻ പോയത്. ഷാഫി രാജിവെച്ച ഒഴിവിലേക്ക് സാക്ഷാൽ K മുരളീധരനെ പോലും വെട്ടി പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി. പ്രചാരണത്തിനിടെ മണ്ഡലത്തിലേക്ക് അനധികൃതമായി പണമെത്തിച്ചുവെന്ന പെട്ടി വിവാദം എല്ലാം മറികടന്ന് ഉപതെരഞ്ഞെടുപ്പിൽ വമ്പൻ വിജയം. MLA ആയി 1 വർഷം പോലും തികയ്ക്കും മുമ്പാണ് കോൺഗ്രസിനെ പോലും ഞെട്ടിച്ച ലൈംഗികാരോപണം. തെളിവുകൾ, പരാതികൾ. ഇതോടെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനം തെറിച്ചു. പിന്നാലെ കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഷൻ. ഒരിടവേളയ്ക്ക് ശേഷം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പാലക്കാട് സജീവമായി തുടങ്ങുമ്പോഴാണ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ടുള്ള യുവതിയുടെ പരാതി. ഇതോടെ മുൻകൂർ ജാമ്യ ഹർജി നൽകി രാഹുൽ മുങ്ങി. രാഹുലിനെ പോലീസ് അരിച്ചുപറക്കുന്നതിനിടെയാണ് KPCC പ്രസിഡന്റിനുള്ള 23-കാരിയുടെ പുതിയ പരാതി. ഒടുവിൽ കോൺഗ്രസ് രാഹുലിന് പുറത്തേക്കുള്ള വഴി തുറന്നു. കേരളത്തിൽ കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ പ്രധാന മുഖമായി മാറുമെന്ന് നിരീക്ഷകർ വിലയിരുത്തിയ യുവനേതാവിന്റെ രാഷ്ട്രീയാന്ത്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വിജിൻ വായാന്തോൾ, മീഡിയ 1, തിരുവനന്തപുരം.